നവജാത ശിശുക്കളുടെ സംരക്ഷണം മുന്നിൽ കണ്ട് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് അമ്മത്തൊട്ടിൽ. അമ്മയുടെ താൽപര്യപ്രകാരമല്ലാതെയോ മറ്റെന്തെങ്കിലും സാമൂഹിക ചുറ്റുപാടുകളാലോ കുഞ്ഞിനെ സംരക്ഷിക്കാനുള്ള സാഹചര്യമില്ലാത്ത അമ്മമാർക്ക് കുട്ടികളെ ഏൽപ്പിക്കാനുള്ള ഇടം എന്ന നിലയിലാണ് അമ്മത്തൊട്ടിൽ പ്രവർത്തനം തുടങ്ങിയത്. പക്ഷേ ഈ സംവിധാനം വിഭാവനം ചെയ്ത തരത്തിലാണോ പ്രവർത്തനമെന്നത് ഒരു ചോദ്യമാണ്. നിരവധി കുട്ടികൾക്ക് അഭയമായിട്ടുണ്ട് അമ്മത്തൊട്ടിൽ. പക്ഷേ അതിനേക്കാളും എത്രയോ അധികം കുട്ടികൾ ഈ സംവിധാനത്തിന് പുറത്തുമുണ്ട്. അമ്മയുടെ നെഞ്ചിനോളം വലിയ ആശ്രയം മറ്റൊന്നുണ്ടാവില്ല കുഞ്ഞിന്. പക്ഷേ പല പല കാരണങ്ങൾ കൊണ്ട് സ്വന്തം കുഞ്ഞിനെ ചേർത്ത് പിടിക്കാൻ പോലും കഴിയാത്ത നൂറുകണക്കിന് അമ്മമാരുള്ള നാടുകൂടിയാണ് നമ്മുടേത്. ചുറ്റുപാടുകളുടെ സദാചാരബോധവും ലിഖിതമായ കുടുംബ സാഹചര്യങ്ങളും അനാരോഗ്യവും തുടങ്ങി പല പല കാരണങ്ങളാൽ അമ്മയ്ക്ക് കുഞ്ഞിനെ ഉപേക്ഷിക്കേണ്ടതായി വരുന്നു. അങ്ങനെയുള്ള അമ്മയ്ക്കും കുഞ്ഞിനും ആശ്രയമാവുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ കീഴിൽ 2002 നവംബർ 14 മുതൽ അമ്മത്തൊട്ടിൽ പ്രവർത്തിച്ചു തുടങ്ങിയത്. ജനിച്ചയുടനുള്ള കുട്ടികളെ അമ്മത്തൊട്ടിലിൽ ഏൽപ്പിക്കാം, യാതൊരു ഉപാധിയുമില്ലാതെ. സ്വന്തം പേരോ മേൽവിലാസമോ ഒന്നും നൽകേണ്ടതില്ല. കുഞ്ഞിന്റെ ജീവൻ സുരക്ഷിതമാക്കുക, ആ കുഞ്ഞിന്റെ ഭാവി ഉറപ്പാക്കുക എന്നതാണ് ഈ പദ്ധതിയിലൂടെ സർക്കാർ ലക്ഷ്യം വെച്ചത്. ഒപ്പം നവജാത ശിശുക്കളെ കൊലപ്പെടുത്തുന്നതും സുരക്ഷിതമല്ലാത്ത സാഹചര്യങ്ങളിൽ ഉപേക്ഷിക്കുന്നതും അവസാനിപ്പിക്കുകയും. അമ്മത്തൊട്ടിലെത്തുന്ന കുഞ്ഞുങ്ങളെ ശിശുക്ഷേമ സമിതി ഏറ്റെടുക്കും. തുടർന്ന് അനാഥാലയങ്ങളിൽ വളർത്തുകയോ ദത്തു നൽകുകയോ ചെയ്യും. കേരളത്തിൽ കോഴിക്കോട് ജില്ലയിൽ ഒഴികെ എല്ലാ ജില്ലകളിലും അമ്മത്തൊട്ടിലുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ നിന്ന് തെരുവിൽ കുട്ടികളെ ഉപേക്ഷിക്കുന്നതിൽ കുറവുണ്ടായിട്ടുണ്ട്. പക്ഷേ പൂർണ്ണമായും അമ്മത്തൊട്ടിലിനെ ആശ്രയിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. അറിവില്ലായ്മയോ ആശങ്കയോ ആയിരിക്കാം കാരണം. എന്തായാലും ശിശുക്ഷേമ സമിതിയുടെ കണക്കനുസരിച്ച് കഴിഞ്ഞ വർഷം കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് മാത്രം ദത്ത് നൽകിയ കുട്ടികളുടെ എണ്ണം 100ന് പുറത്താണ്. കേരളത്തിൽ മാത്രമല്ല, വിദേശ രാജ്യങ്ങളിലേക്ക് വരെ ഇവിടെ നിന്ന് കുട്ടികളെ കാരവഴി ദത്ത് നൽകിയിട്ടുണ്ട്. ഇത്തരം കണക്കുകൾ പ്രചരിപ്പിക്കുന്നതിലൂടെ അമ്മത്തൊട്ടിലെത്തുന്ന കുട്ടികൾ സുരക്ഷിതരാണ് എന്ന സാമൂഹിക ബോധം വളർത്തുക കൂടിയാണ് സർക്കാരിന്റെ ലക്ഷ്യം. ഒരു ബാല്യവും തെരുവിൽ അനാഥമാവാത്ത നാളെയാണ് സ്വപ്നം. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.